ഇന്നലെ പലയിടത്തും കൊച്ചിയിലും പത്തനംതിട്ടയൊക്കെ ഭീകര മഴയായിരുന്നു. കൊച്ചിയിലും അത്യാവശ്യം മഴയൊക്കെ കിട്ടി. അപ്പോൾ ഇന്നിപ്പോൾ എങ്ങനെയാണ് മഴ പ്രതീക്ഷിക്കണം? അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-3 ദിവസമൊക്കെ ആയിട്ട് ഈ എല്ലായിടത്തും അങ്ങനെയാണോ എന്നറിയില്ല, നമ്മുടെ ഈ ഭാഗത്തൊക്കെ രാവിലെ നല്ല വെയിലും ഉച്ചയ്ക്ക് ശേഷം മഴയും ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇന്നെങ്ങനെയാണ് കാലാവസ്ഥ? സേതു, ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എ വെരി ഗുഡ് മോർണിംഗ്. സേതു പറഞ്ഞ പോലെ രാവിലെ വെയിലായിട്ടും പിന്നെ ഉച്ചയ്ക്ക് വൈകുന്നേരം മഴയൊക്കെയാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ എറണാകുളത്തൊക്കെ അത്യാവശ്യം ഇടിമിന്നലോടൊക്കെ കൂടിയിട്ടുള്ള ഒരു മഴ തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാലാവസ്ഥ പരിശോധിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് സംസ്ഥാനത്ത് ഉയർന്ന ചൂടാണ്. ഇന്ന് സംസ്ഥാനത്ത് ഉയർന്ന ചൂടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഈ പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. അതിനാൽ തന്നെ ഈ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ഈ പകൽ സമയത്തൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ തൊപ്പി, കുട, സൺഗ്ലാസ് തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക പരമാവധി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംസ്ഥാനത്ത് ചൂട് നിലനിൽക്കുന്നത്. നിലവിൽ എവിടെയൊക്കെയാണ് ഉയർന്ന ചൂടെന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇരു ജില്ലകളിലും. കോട്ടയം, എറണാകുളം, കണ്ണൂർ ജില്ലകളിലാണ് രണ്ടാമതായി ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത്. 3 ജില്ലകളിലും 35 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. അപ്പോൾ ഈ ചൂടൊക്കെ പറയുമ്പോൾ ഒരു ഡൗട്ട് കാണും, മഴയില്ലേ എന്നുള്ളത്. ഇന്ന് സംസ്ഥാനത്തെ നമ്മുടെ കേരളത്തിൻ്റെ മാപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ജില്ലകളിലും പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. എന്നാൽ ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അപ്പോൾ ഈ പ്രത്യേക അലേർട്ടൊന്നും ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ ജാഗ്രത പാലിക്കാൻ മറക്കരുത്. നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൃത്യമായി പാലിക്കണം. അതുപോലെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് ഇന്ന് ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക, അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് സേതു ഇന്ന് നമുക്ക് പ്രേക്ഷകർക്ക് നൽകാവുന്ന പ്രധാന കാലാവസ്ഥ മുന്നറിയിപ്പുകൾ. അപ്പോൾ വീണ്ടും നമുക്ക് കാലാവസ്ഥ വിവരങ്ങളുമായി നാളെ വീണ്ടും സ്കൈ വാച്ചിൽ കാണാം.